തുടക്കം മുതൽ പറഞ്ഞിരുന്നു ഇതൊരു ചെയിൻ ഓഫ് ഓപ്പറേഷൻസ് ആണെന്നുള്ള രീതിയിൽ. ഇത് കേവലം ഒരു പെൺകുട്ടിക്കുണ്ടായ ദുരനുഭവമല്ല എന്നുള്ളത് തുടക്കം മുതൽ ഈ വിഷയത്തിൽ ഭാരതീയ ജനതാ പാർട്ടി പറഞ്ഞിരുന്നു. ഏതാണ്ട് ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 2 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കാലഘട്ടമാണ്. ഈ 2-2.5 വർഷങ്ങൾക്ക് മുന്നേ യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു ഷഹനാസ്. അവർ ഷാഫി പറമ്പലിനോട് പരാതി പറഞ്ഞിട്ടുള്ളത് ഇന്നലെ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വന്നു. ഞങ്ങളുടെ അന്വേഷണത്തിലും ബോധ്യപ്പെട്ടത് ഷാഫി പറമ്പലിനോട് അവർ പരാതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ഒരാളെ യാതൊരുവിധ കാരണവശാലും പാർട്ടിയുടെ ഭാരവാഹിയായിട്ട് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരരുത്. നിരവധിയായ പെൺകുട്ടികൾക്ക് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിന് ഭയമുണ്ട്. ധാരാളം പെൺകുട്ടികളോട് രാഹുൽ മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ട് എന്നത് വ്യക്തമായി അന്നത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഷാഫി പറമ്പിലിനോട് അന്നത്തെ സംസ്ഥാന ഭാരവാഹിയായിരുന്ന ഷഹനാസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഷാഫി പറമ്പിൽ അതിനോട് പ്രതികരിച്ചില്ല എന്നത് മാത്രമല്ല, തികഞ്ഞ പുച്ഛത്തോടു കൂടി അത് തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല, പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിനെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഷാഫിയോട് യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ ഒരു ഭാരവാഹി പറയുകയാണ്, കോൺഗ്രസിൻ്റെ ഒരു നേതാവ് പറയുകയാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ നിരവധി പെൺകുട്ടികളോട് ഇത്തരത്തിൽ മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തെ സംഘടനയിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാക്കുകയും പാലക്കാട് നിയമസഭാ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം രാഹുലിനെതിരെ പെൺകുട്ടികൾ പരാതിയുമായി വന്ന സമയത്ത് ഇതേ വ്യക്തി ഷാഫി പറമ്പിലിനോട് ചോദിക്കുകയാണ്, എന്താണ് ഞാൻ അന്ന് പറഞ്ഞതെല്ലാം ഇപ്പോൾ ബോധ്യമായില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് തിരിച്ച് ഷാഫി ഒരു മറുപടി, ഒരു സങ്കട സ്മൈലി, ഒരു ഇമോജി അയച്ചു കൊടുക്കണം അവർക്ക് വാട്സപ്പിൽ. അപ്പോൾ ഇതിനകത്ത് ഷാഫി പറമ്പിലിന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു ഇത്തരത്തിൽ ഒരു ലൈംഗിക ദാരിദ്ര്യം പിടിച്ചൊരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളത്, ഒരു സൈക്കോപാത്താണ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ടും ഇത്തരത്തിൽ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായും പാലക്കാട് നിയമസഭാ സ്ഥാനാർത്ഥിയായും കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഷാഫി പറമ്പിലിൻ്റെ വ്യക്തമായ അറിവോടുകൂടിയാണ്. അപ്പോൾ രാഹുലിനെ പിന്തുണച്ച് നിന്നിട്ടുള്ളത് ഷാഫി പറമ്പിൽ തന്നെയാണ് എന്നുള്ളത് വ്യക്തമായി വന്നിരിക്കുകയാണ്. ഇനി മറ്റൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് കാലത്ത് കോൺഗ്രസ് പാർട്ടിയുടെ കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഇത്തരത്തിൽ രാഹുലിനെതിരായ പരാതി ഷാഫിക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ, ഈ കാര്യങ്ങളെല്ലാം നേരത്തെ ഷാഫിയെ അറിയിച്ചിരുന്നു എന്ന് പറഞ്ഞ ഷഹനാസിനെ കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് കോഴിക്കോട് ജില്ലാ ഘടകം പുറത്താക്കിയിരിക്കുകയാണ്, റിമൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ, തങ്ങളുടെ സഹപ്രവർത്തകയായ പെൺകുട്ടികൾക്കുണ്ടാവുന്ന ദുരനുഭവങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തോട് തുറന്നു പറഞ്ഞവർക്കെതിരെ ഇത്തരത്തിലുള്ള നടപടിയാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ഇത് ഷഹനാസിനോട് മാത്രമല്ല, നിരവധിയായ പെൺകുട്ടികൾ എന്തുകൊണ്ടാണ് മുന്നോട്ട് വരാത്തത് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. തീർച്ചയായും ഈ കാര്യങ്ങളെല്ലാം 2 വർഷങ്ങൾക്ക് മുന്നേ അറിഞ്ഞിട്ടും രാഹുലിനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടു നടന്നത് ആരാണ്? ഇതേ ഷാഫി പറമ്പിൽ തന്നെയാണ്. ഇവരൊക്കെ ചങ്ങായിമാരായി നടന്നുകൊണ്ട് രാഹുലിൻ്റെ എല്ലാ തല്ലുകൊളിത്തരത്തിനും, എല്ലാ തെമ്മാടിത്തരത്തിനും, എല്ലാ ലൈംഗിക വൈകൃതത്തിനും കൂട്ടുനിന്നിരിക്കുന്നത് ഷാഫി പറമ്പിലാണ്. രാഹുലിൻ്റെ ഈ തെറ്റുകളെല്ലാം അറിഞ്ഞുകൊണ്ട് ഷാഫി അതിനെ കുടപിടിച്ചിരിക്കുകയാണ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ച് നിർത്തേണ്ടത് ഷാഫി പറമ്പിലിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഷഹനാസ് തന്നെ ഇന്നലെ പുറത്തു പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ പെൺകുട്ടികൾക്കുണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ അവരിന്ന് വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ ഒക്കച്ചങ്ങായിമാരുടെ കഥകൾ ഒട്ടനവധി പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. യഥാർത്ഥ കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾ അവരുടെ നേതൃത്വത്തോട് ചോദിക്കുവാൻ തയ്യാറാവണം. ഇത്തരത്തിലുള്ള സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്ന നേതൃത്വമാണ് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടതെന്ന്. തീർച്ചയായും ഇവിടെ ഈ ഇന്നലെ വൈകുന്നേരം കോൺഗ്രസിൻ്റെ തന്നെ പ്രവർത്തകയാണ് പറഞ്ഞത്, BJP-ക്കാരോ CPM-കാരോ അല്ല, കോൺഗ്രസിൻ്റെ തന്നെ പ്രവർത്തക അവർ വ്യക്തമായി പറയുന്നു,
രാഹുലിനെതിരെയുള്ള കാര്യങ്ങൾ ഷാഫി പറമ്പിലിനെ ബോധ്യപ്പെടുത്തിയിട്ടും അദ്ദേഹം അവഗണിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നുള്ളത്. അല്ല, തീർച്ചയായും കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ ഉൾപ്പെടെ പ്രതിക്കൂട്ടിലാക്കുകയാണിത്. കാരണം 8 ദിവസമായി, ഇന്നത്തേക്ക് 8ാമത്തെ ദിവസമാണ് നേരിട്ട് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഒരു അതിജീവിത പരാതി നൽകിയിട്ട്. ഒരു പെൺകുട്ടിയുടെ പരാതിയോട് ഈ കേരള പോലീസ് ഏത് രീതിയിലാണ് ആക്ട് ചെയ്യുന്നത് എന്നത് നമുക്ക് ഈ കഴിഞ്ഞ 8 ദിവസം കൊണ്ട് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് തന്നെ, SITയിൽ നിന്ന് തന്നെ ഇൻഫർമേഷൻസ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കും ഷാഫി പറമ്പലിനും രാഹുൽ മാങ്കൂട്ടത്തിനുമൊക്കെ ഇൻഫർമേഷൻ പോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ 8 ദിവസമായിട്ട് ഫ്ലാറ്റുകൾ പരതി ചോദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ സെർച്ച് നടത്തുന്നു, മറ്റു ഭാഗങ്ങളിൽ സെർച്ച് നടത്തുന്നു. എന്തേ രാഹുലിനെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല? ഷാഫി പറമ്പലിൻ്റെ ഫോണിനൊക്കെ ഉൾപ്പെടെ അവർ ലൊക്കേഷനെല്ലാം, കോൾ ഹിസ്റ്ററി, CDR ഒക്കെ എടുത്ത് പരിശോധിച്ച് നോക്കട്ടെ, കൃത്യമായ വിവരങ്ങൾ ധരിക്കുമല്ലോ. കേരള പോലീസ് ഇവിടെ ഒളിച്ചു കളിക്കുകയാണ്. സംസ്ഥാന നേതൃത്വം, കേരള പോലീസിന് കഴിവില്ലാതെയല്ല, കേരള പോലീസിൽ ധാരാളം കഴിവുള്ള ആളുകളുണ്ട്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെയൊക്കെ കണ്ടെത്തി പിടിച്ച കേരള പോലീസിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. പക്ഷേ ഈ SITയുടെ നിയന്ത്രണം ആരുടെയൊക്കെ കൈകളിലാണ് എന്ന് ഇപ്പോൾ സംശയത്തിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ഇന്നലെ ഇവിടെ കേരളത്തിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തലയോട് മാധ്യമപ്രവർത്തകർ, നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ രാഹുൽ വിഷയം ചോദിച്ച പാടെ കോൺഗ്രസ് കയ്യാങ്കളിക്ക് മുതിർന്നിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് മറുപടിയില്ല. കാരണം ഹെഡ്മാഷ് താങ്ങി നടന്നവരും എല്ലാവരും വരിവരിയായിട്ട് ജയിലിലേക്ക് ആവാനായിട്ട് പോവുകയാണ്. ഓരോ കഥകളും പുറത്തു വരുന്നത് കോൺഗ്രസ് പാർട്ടിയെ വീണ്ടും വീണ്ടും പ്രതിരോധത്തിലാക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വം ഒരു വശത്ത് രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞു. പക്ഷേ ഇതേ നേതൃത്വം തന്നെയാണ്, ഇതേ നേതാക്കന്മാർ തന്നെയാണ്, ഇതേ പ്രവർത്തകർ തന്നെയാണ് രാഹുലിനെ പാലക്കാട് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് വേദികളിൽ, കോൺഗ്രസ് യോഗത്തിൽ, കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിൽ കൊണ്ടു നടന്നതെല്ലാം ഇതേ കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെയാണ്. രാഹുൽ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഇരട്ടത്താപ്പ്, ഷാഫി പറമ്പലിൻ്റെ ഇരട്ടത്താപ്പ് 100% ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. അല്ല ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് തെറ്റാണ് എന്ന് ഇതുവരെയായി തുറന്നു പറയാൻ ഷാഫി പറമ്പിൽ തയ്യാറായിട്ടില്ല. ഇവിടെ പുറത്തു വന്ന ശബ്ദരേഖ ഉൾപ്പെടെ ചോദിച്ച സമയത്ത് കോൺഗ്രസ് പാർട്ടിയുടെ ആദ്യത്തെ നിലപാട് എന്തായിരുന്നു? ഇത് കോൺഗ്രസിൻ്റെ ഒരു കേരളത്തിലെ സമുന്നതനായ നേതാവ് AI ടെക്നോളജിയാണെന്നാണ് പറഞ്ഞത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നിമിഷം പോലും അതിനെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ അത് തൻ്റേതാണെന്ന് സ്ഥിരീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ ഇവർക്കെല്ലാം ഇതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട്. ഈ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർക്കെല്ലാം വ്യക്തമായ ബോധ്യമുണ്ട്. KPCCയുടെ പ്രസിഡന്റ് ആദ്യം എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് പരാതി ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം മാധ്യമങ്ങൾ ഉൾപ്പെടെ നവംബർ മാസം 28-ാം തീയതി, ഡിസംബർ 1-ാം തീയതിയാണ് KPCC പ്രസിഡന്റിനോട്, 2-ാം തീയതിയാണ് ചോദിക്കുന്നത്. അപ്പോൾ പത്രസമ്മേളനത്തിൽ 1-ാം തീയതി ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പരാതിയൊന്നും ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. നവംബർ 28-ാം തീയതി ഈ പെൺകുട്ടി KPCC നേതൃത്വത്തിന് പരാതി അയച്ചു. പക്ഷേ ഇവർ അത് പുച്ഛിച്ച് അവഗണിച്ച് തള്ളുകയാണ് ചെയ്തത്. മാധ്യമങ്ങളിലൂടെ ഇത് പുറത്തു വരുന്ന സമയത്താണ് കോൺഗ്രസ്സുകാർ ഇത് ഗത്യന്തരമില്ലാതെ ഏറ്റെടുക്കേണ്ടി വരുന്നത്. അല്ല, ഇതിനകത്ത് ഇന്നലെ കോൺഗ്രസ് പാർട്ടിയുടെ സഹപ്രവർത്തകയായിട്ട് ഷാഫിയോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ഒരു പെൺകുട്ടിയാണ് പറഞ്ഞത്, ഞാൻ ഈ വിവരങ്ങളെല്ലാം രാഹുലിനോട് ധരിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഷാഫിയോട് ധരിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞു രാഹുലിനെ കുറിച്ച്. പക്ഷേ ഷാഫി അത് തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞു. അതിനകത്ത് നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവർ തമ്മിലുള്ള അന്തർധാര എത്രത്തോളം ഉണ്ട് എന്നത്. ഇന്ന് അവരെ കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക ഗ്രൂപ്പിൽ നിന്ന് ഷഹനാസിനെ പുറത്താക്കിയിരിക്കുകയാണ്, റിമൂവ് ചെയ്തിരിക്കുകയാണ്. എന്താണിതിൽ? അവർക്കുണ്ടായ ഒരു അവസ്ഥ, അവരോട് അവരുടെ സഹപ്രവർത്തകരായ പെൺകുട്ടികളോട് രാഹുൽ മിസ്ബിഹേവ് ചെയ്തതിനെക്കുറിച്ച് ഷാഫിയോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. ആ വിവരം ഒന്ന് പുറത്തു പറഞ്ഞപ്പോഴേക്കും
അവരെ കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. ഇതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ കോൺഗ്രസ് പാർട്ടി വേട്ടക്കാരോടൊപ്പം ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഇരകളായ പെൺകുട്ടികളോടൊപ്പമല്ല, വേട്ടക്കാരോടൊപ്പം ഓടുന്ന സമീപനമാണ് ഷാഫി പറമ്പിലും കോൺഗ്രസ് പാർട്ടിയും സ്വീകരിച്ചു വരുന്നത്. കാര്യം ഈ പുതിയ FIR ഇട്ടുണ്ട്. ആ FIR വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഫെനി നൈനാൻ്റെ പേര് ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു, ഇതിനകത്ത് ഇതൊരു ചെയിൻ ഓഫ് ഓപ്പറേഷൻസ് ആണ്. ഇത് ഒരു വ്യക്തി ചെയ്തതല്ല. ഈ ലൈംഗിക വൈകൃതത്തിന് കൂട്ടുനിന്ന നിരവധിയായ ആളുകളുണ്ട്. വരും ദിവസങ്ങളിൽ കേരളം മുഴുവൻ ആ ആളുകളെക്കുറിച്ച്, ഹെഡ് മാഷിനെ കുറിച്ചും എല്ലാവരുടെയും ഞെട്ടിക്കുന്ന കഥകൾ കേരളം മുഴുവൻ ചർച്ച ചെയ്യും.